കോഴിക്കോട് വലിയങ്ങാടി ദുരന്തത്തിന് പിന്നാലെ കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങളിലെ പരിശോധന ഇന്ന് പൂർത്തിയാകും. വിവിധ സെക്ടറുകളായി തിരിഞ്ഞാണ് പരിശോധന നടന്നത്. കഴിഞ്ഞ ദിവസം 12 കെട്ടിടങ്ങൾ പരിശോധിച്ചിരുന്നു. പരിശോധന പ്രഹസനമാകരുതെന്നാണ് വ്യാപാരി വ്യവസായി സമിതിയുടെ നിലപാട്. രമ്യദാസാണ് കോഴിക്കോട് നിന്ന് ചേരുന്നത്. രമ്യ, എന്തെങ്കിലുമൊക്കെ ദുരന്തമുണ്ടായി കഴിയുമ്പോൾ പെട്ടെന്നൊരു പരിശോധന, ഇതും ആ രീതിയിൽ മാത്രമാണോ കാണേണ്ടത്? തീർച്ചയായും ഗൗതം, കാരണം ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കുമ്പോഴാണ് ഇത്തരത്തിൽ അധികാരികൾ അല്ലെങ്കിൽ ഇത്തരം സിസ്റ്റംസ് കണ്ണു തുറക്കുന്നതും വളരെ ജാഗ്രതയോടുകൂടി ഇത്തരത്തിലൊരു പരിശോധന നടത്തുന്നതുമെല്ലാം നമുക്ക് പല കാലഘട്ടങ്ങളിലായി നമുക്കറിയാം. കോഴിക്കോട് ഇപ്പോൾ തീപിടുത്തം ഉണ്ടായപ്പോഴും ഇപ്പോൾ ഈ വലിയങ്ങാടിയിലെ ഈ ദുരന്തത്തിന് ശേഷം അത് 4 പേരുടെ മരണത്തിനിടയാക്കി. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ദുരന്തം വരാൻ വേണ്ടി കാത്തു നിൽക്കുന്ന പോലെയാണ് ഇത്തരത്തിൽ ഈ സിസ്റ്റംസ് എല്ലാം ഉണർന്ന് പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ ജാഗ്രതയോട് പ്രവർത്തിക്കാനെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം വലിയങ്ങാടി ഈ ദുരന്തത്തിന് ശേഷം തന്നെയാണ് ഇത്തരത്തിലൊരു പരിശോധന കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായി ഈ ദുരന്തത്തിന് ശേഷമാണ് ഇത്തരത്തിലൊരു പരിശോധന നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഏകദേശം 12ഓളം കെട്ടിടങ്ങളുടെ പരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇന്നും ഇത്തരത്തിലൊരു പരിശോധന തുടരും. തുടർന്നാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കുക. അപ്പോൾ ഇത്തരത്തിലൊരു ദുരന്തം വേണ്ടി വന്നു ഈ ഒരു പരിശോധനയ്ക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ജാഗ്രതയ്ക്ക് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ ഒരു കെട്ടിടത്തിൻ്റെ, കാരണം വലിയങ്ങാടി ദുരന്തമുണ്ടായ കെട്ടിടത്തിൻ്റെ അവസ്ഥ ഈ ദുരന്തം ഉണ്ടായപ്പോൾ തന്നെ പല മാധ്യമങ്ങളും അല്ലെങ്കിൽ നമ്മളും ചർച്ച ചെയ്തതാണ്. കാരണം ഏകദേശം 2 വർഷം മുമ്പ് 2023 ഈ കെട്ടിടം ശോച്യാവസ്ഥയിലാണെന്നും ഇവിടുന്ന് ഉള്ള സ്ഥാപനങ്ങളെല്ലാം മാറ്റണമെന്നും ഉൾപ്പെടെയുള്ള എഞ്ചിനീയറിംഗ് വിഭാഗം എല്ലാം റിപ്പോർട്ട് നൽകിയിരുന്നു. പക്ഷേ ഇതിൽ യാതൊരു നടപടിയും കോർപ്പറേഷൻ കൈക്കൊണ്ടില്ല. അതിനാൽ തന്നെയാണ് ഇത്തരത്തിലൊരു ദുരന്തം അവിടെ വന്നത്. അതിനാൽ തന്നെയാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ ഈ വ്യവസായ ഏകോപന സമിതി അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കച്ചവടക്കാരുടെ ഒരു കൂട്ടായ്മയും ഈ ഒരു വിഷയത്തിൽ കർക്കശമായ ഒരു നിലപാടിലേക്ക് വരുന്നത്. കാരണം ഈ ഒരു നടപടി, അതായത് ഈ പരിശോധന, കെട്ടിടങ്ങളുടെ പരിശോധന പ്രഹസനമാകരുത് എന്ന് തന്നെയാണ് ഇവരുടെ നിലപാട്. കാരണം നമുക്ക് കോഴിക്കോട് വ്യക്തമാണ്. കോഴിക്കോട് വലിയങ്ങാടി ദുരന്തത്തിന് പിന്നാലെ കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങളിൽ പരിശോധന നടക്കുകയാണ്. പക്ഷേ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ, തീപിടുത്തങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ, കെട്ടിടം ഇടിഞ്ഞു വീണാൽ പെട്ടെന്നൊരു പരിശോധന ഉണ്ടാകുന്നു. പിന്നീട് വീണ്ടും ഈ അനാസ്ഥ തുടരുന്നു. കേരളത്തിൽ ഇത് വർഷങ്ങളായി വിവിധ കോർപ്പറേഷനുകളിലും തദ്ദേശ സ്ഥാപനങ്ങളിലുമൊക്കെ നടക്കുന്നതാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു രമ്യ.